നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. RCBയുടെ വിൽപ്പന നടന്നിരിക്കുന്നു. രാജസ്ഥാൻ റോയൽസിൻ്റെ വിൽപ്പന നടന്നിരിക്കുന്നു. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഹിസ്റ്റോറിക് ആയിട്ടുള്ളൊരു ഡേ ആണ് കടന്നുപോയതെന്ന് പറയേണ്ടി വരും. വമ്പൻ തുകക്കാണ് എന്ന് പറഞ്ഞാൽ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തതനുസരിച്ച് 15,000-ലധികം കോടി ഇന്ത്യൻ രൂപക്കാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ വിൽപ്പന നടന്നിരിക്കുന്നത്. 2008 രാജസ്ഥാൻ റോയൽസ് സ്ഥാപിതമാകുമ്പോൾ 320 കോടിയായിരുന്നു മൂല്യം. നോക്കണം, RCB 2008 സ്ഥാപിതമാകുമ്പോൾ 446 കോടിയായിരുന്നെങ്കിൽ ഇപ്പോൾ വിൽപ്പന നടന്നിരിക്കുന്നത് 16,000-ലധികം കോടിക്കാണെന്നാണ് ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട്. അതാ പറഞ്ഞ ഒരു ട്രൂലി ഹിസ്റ്റോറിക് ഡേ ആണ് കടന്നുപോയിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും IPLൻ്റെ ഒരു മൂല്യമാണ് കാണുന്നത്. നമ്മൾ ആദ്യം RCBയുടെ കാര്യത്തിൽ വിൽപ്പനയ്ക്ക് വെച്ചാൽ എല്ലാവർക്കും അറിയാം ആരാണ് വാങ്ങിയത്, എന്താണ് അതിൻ്റെ തുകയുടെ കണക്ക്, ഇതൊക്കെ നോക്കുകയാണ്. ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ആദിത്യ ബിർല ഗ്രൂപ്പ്, ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ് എല്ലാവരും ചേരുന്ന ഒരു കൺസോർഷ്യമാണ് RCBയെ വാങ്ങിയിരിക്കുന്നത്. 1.78 ബില്യൺ US$ ടീമിന് എടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 16,706 കോടി അപ്രോക്സിമേറ്റ്ലി ഇന്ത്യൻ രൂപ 16,706 കോടിക്കാണ് RCB വാങ്ങിയിരിക്കുന്നത്. ക്രിക്ക് ബസിൻ്റെ റിപ്പോർട്ട് പറയുന്ന ആദിത്യ ബിർല ഗ്രൂപ്പ്, ദി ടൈംസ് ഓഫ് ഇന്ത്യ ഗ്രൂപ്പ്, ബോൾട്ട് വെഞ്ചേഴ്സ്, അതുപോലെ ബ്ലാക്ക് സ്റ്റോൺസ് പെർപെച്വൽ പ്രൈവറ്റ് ഇക്വിറ്റി സ്ട്രാറ്റജി, ഇവരെല്ലാവരും കൂടി ചേർന്നുള്ള ഒരു ജോയിൻറ്റ് കൺസോർഷ്യമാണ് ഇപ്പോൾ RCBയെ പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ക്രിക്ക് ബസ് അത് കൺഫേം ചെയ്യുന്നു. ഈ 4 ഗ്രൂപ്പ് കൺസോർഷ്യം ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു വിത്ത് യുണൈറ്റഡ് സ്പിരിറ്റ്സ് ലിമിറ്റഡ് USL. അവരായിരുന്നു ഓൾറെഡി ഉണ്ടായിരുന്ന RCBയുടെ ഓണേഴ്സായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ 100% സ്റ്റേക്ക് ഈ പുതിയ കൺസോർഷ്യം അക്വയർ ചെയ്യുന്നു. ഏതായാലും ഇനിയിപ്പോൾ ഇതിൽ ഉൾപ്പെടുന്നത് RCBയുടെ IPL ടീമും WPL ടീമും ഒക്കെ ഉൾപ്പെടുന്ന ടീമിനെയാണ് അവർ വാങ്ങിയിരിക്കുന്നത്. ഇനി ഇതിൽ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരം BCCIയുടെ ഭാഗത്ത് നിന്ന് ലഭിക്കണം, മറ്റ് ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ആവണം. ഏതായാലും വിൽപ്പന നടന്നു കഴിഞ്ഞു എന്നർത്ഥം. അതുപോലെ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിൻ്റെ കാര്യത്തിൽ. കാൽ സൊബാനി രാജസ്ഥാൻ റോയൽസിൻ്റെ മുഴുവൻ സ്റ്റേക്സും ഇപ്പോൾ അക്വയർ ചെയ്തിരിക്കുന്നു. $1.6 ബില്യൺ അവിടെ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. എന്ന് പറയുമ്പോൾ 16,290 കോടി അപ്രോക്സിമേറ്റ്ലി വരുന്നു. അതൊരു വലിയ തുകയാണ്. ഇപ്പോൾ KL സൊബാനി നേരത്തെ തന്നെ രാജസ്ഥാൻ റോയൽസ് IPL ടീമിൻ്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറാണ്. ഇപ്പോൾ പൂർണ്ണമായിട്ടും സ്റ്റേക്ക് അദ്ദേഹം വാങ്ങിയിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം UK ബേസ്ഡ് മനോജ് മദാലയാണ്, അതായത് എമർജിംഗ് മീഡിയയുടെ മനോജ് മദാലയാണ് അവരുടെ നിലവിലുള്ള ഓണറായിട്ട് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ടിരുന്നത്. 2026 സീസണിന് ശേഷമാണ് ഈ കൈമാറ്റം പൂർത്തിയാവുക എന്നുകൂടി ഇപ്പോൾ ക്രിക്ക് ബസും റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.